Hello, welcome to Lindsay's Link. ഇന്ന് നമ്മൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഐഡിയാസാണ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാൻ. അതും ഡിഫറെൻറ്റ് കളർഫുൾ പോട്ട്സിലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഭംഗിയാകും. ഏത് ചെടിയാണെങ്കിലും നമ്മളത് നല്ലൊരു പോട്ടിലുമാക്കി നല്ല രീതിയിൽ അത് ഹാങ് ചെയ്തിടുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും അല്ലേ. അന്നേരം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ഹാങ്ങിങ് മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഇതേപോലെ പോത്തോസോ അല്ലെങ്കിൽ മണി പ്ലാന്റ്സ്, പോത്തോസ് തന്നെയാണ് മണി പ്ലാന്റ്. അന്നേരം അങ്ങനെ ഏത് വെറൈറ്റി അതേപോലെ ടർട്ടിൽ വൈൻ പ്ലാന്റ്സൊക്കെ ഈ രീതിയിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. അന്നേരം ആ ഒരു മെത്തേഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അന്നേരം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഹൂക്ക് പണിതേക്കാണ്. ഇങ്ങനെ ഒരു കമ്പി വെൽഡ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷേപ്പിൽ വെൽഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്ലാന്റ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഹൂക്ക് പണിതിട്ടേക്കുകയാണ്. അന്നേരം നമുക്ക് എത്ര വലിപ്പമുള്ള ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഈ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ നീളത്തിലോ അങ്ങനെ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ഈ ഒരു കമ്പി കൊണ്ട് പണിയാൻ പറ്റുന്നത് അതേപോലെ പണിയണം. ഇതിന് വെൽഡേഴ്സിന് അങ്ങനെ ആരുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് വേണം. അന്നേരം കുറച്ച് കമ്പി വേണം, പിന്നെ ഇതുപോലത്തെ ഹൂക്ക് വേണം, പിന്നെ അതിൻ്റെ ഈ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു പാത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു PVC പൈപ്പ് കൊണ്ടുള്ള പാത്തിയാണ്. ഇത് നമുക്ക് ഈ വെൽഡേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തു തരും. അന്നേരം നല്ലൊരു മെത്തേഡാണിത്. ഇതന്നേരം ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യണം. മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാട്ട് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിലും നമ്മൾക്ക് ചെടി നടാൻ പറ്റും. അതേസമയം ഈ താഴത്തെ ഈ ഹൂക്കിലും വളരെ മനോഹരമായിട്ട് നമുക്ക് ചെടി തൂക്കിയിടാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡൊക്കെ നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അന്നേരം ഞാൻ ഈ ഹൂക്കിലെല്ലാം ചെടികൾ തൂക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്ത് രസമല്ലേ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ പോട്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാങ് ചെയ്തിട്ടേക്കുന്നത് കാണാനല്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ ഹാങ്ങിങ് പോട്ട് ഗാർഡൻ ഐഡിയാസ്. അതുപോലെ തന്നെ ഇതേപോലെ മുകളിലെ പാത്തിയിൽ ഞാൻ വിചാരിക്കുന്നത് അതിൽ നമുക്ക് മണ്ണും കൊക്കോപ്പിറ്റും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു സോയിൽ മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് ഇതേപോലെ നിറച്ച് ടർട്ടിൽ വൈൻ പ്ലാന്റ്സ്, ഇത് കണ്ടോ എന്ത് ഭംഗിയാണ്. ഇത് നിറച്ച് നമുക്ക് ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ഹാങ്ങിങ് ഈ ഗാർഡൻ ഐഡിയയ്ക്ക് കൂടുതൽ ഭംഗിയാകും. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, എന്ത് രസമാണെന്നറിയാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഹെൽപ്പ് നമുക്ക് വേണം, എങ്കിൽ മാത്രമേ ഇത്രയും നല്ലതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതുപോലെ നിറയെ ടർട്ടിൽ വൈൻ അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറെ കുറേ പ്ലാന്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കലീസിയ റെപ്പൻസിയയും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ വാണ്ടറിങ് ജോ ഇതേ ടെക്നിക്കിൽ തൂക്കിയിടാൻ പറ്റും. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പ്ലാന്റ് ആണോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇതേ ചെടികൾ ഇടാൻ പറ്റും. ഒരു സൈഡിൽ നമുക്കിതേപോലെ നമ്മുടെ ടർട്ടിൽ വൈന്, നടുക്കായിട്ട് വാണ്ടറിങ് ജോ, സൈഡിലായിട്ട് കലീസിയ റെപ്പൻസിയ, അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിടുവാണെങ്കിലും നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർക്കിഷ്ടം ഇനഫ് സ്പേസും കിട്ടും, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുകയും ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയൊരു ഗാർഡൻ ഐഡിയയാണ്. അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അടുത്ത ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈസി ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇനി ഒരു അടുത്ത മെത്തേഡ് കൂടി, ഒരു ഈസി മെത്തേഡ് കൂടി ഞാൻ 2 മെത്തേഡ്സ് കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിൻസീസ് ലിങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അന്നേരം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. ഇതല്ലാതെ തന്നെ ഈ ഹാങ്ങിങ് മെത്തേഡ് നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്ഡോർ മാത്രമല്ല നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ബാൽക്കണിയിൽ, അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത്, സൈഡിൽ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സ്പേസ് നഷ്ടമാവുകയോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമ്മുടെ ബാൽക്കണിയിലും അതുപോലെ തന്നെ ടെറസിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. അതുമാത്രമല്ല, നമ്മൾക്ക് ചെടികളൊക്കെ ഹാങ് ചെയ്തിടാൻ വേറെ കുറേ ടെക്നിക്സ് ഉണ്ട്. ഇപ്പം നമുക്ക് വെൽഡേഴ്സിനെ ഒന്നും കിട്ടിയില്ല എങ്കിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പി ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫാനൊക്കെ ഇടാൻ വേണ്ടിയിട്ടിടുന്ന ഹൂക്കുണ്ടല്ലോ, അതിലേക്ക് കമ്പി കയറ്റി വെച്ചിട്ട് അതിലും നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അതുമാത്രമല്ല, ഇതുപോലത്തെ ചെറിയ ചെടികളുണ്ടെങ്കിൽ അതിൽ ചെറിയ ബ്രാഞ്ചസിലൊക്കെ നമുക്ക് വലിയ വെയിറ്റ് ഇല്ലാത്ത ചെടികളൊക്കെ തൂക്കിയിടാനും നല്ലതായിരിക്കും. ഇത് കണ്ടു, ഇതേപോലെ ചെറിയ ചെറിയ ഹൂക്സ് ഉണ്ടെങ്കിൽ നമുക്കതിൽ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇതിൽ ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ബ്രാഞ്ചസ് ആണെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത ചട്ടികൾ വേണം ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട്. ഇതും അതുപോലെ തന്നെ ഞാൻ ഹാങ് ചെയ്തിട്ടാണ്. പിന്നെ എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ വന്ന ഒരു അതിഥിയാണ്. ഇതിനെ ഞാൻ എങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കും. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം ഈ ബട്ടർഫ്ലൈ. ഇത് ആക്ച്വലി ഇതിൻ്റെ കളർ കണ്ടോ, എന്ത് രസം. എൻ്റെ ഗാർഡനിൽ എന്നും വരുന്ന ഒരു ബട്ടർഫ്ലൈ ആണിത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് യെല്ലോ ബട്ടർഫ്ലൈയെ ഞാൻ കണ്ടില്ല, ഇന്ന് വന്നതാണ് ഇയാൾ. ഇതുപോലെ തന്നെ കുറേ ബട്ടർഫ്ലൈസ് വരും. ഇനി വേറൊരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വെൽഡ് ചെയ്യാൻ കമ്പിയോ ഒന്നും വേണ്ട, ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന വേറൊരു ഐഡിയ. ഇതേപോലെ ഒരു കമ്പി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതേപോലെ ഒരു കയറ് കെട്ടുക. ഒരറ്റത്ത് ഈ സൈഡിൽ കെട്ടുക, പിന്നെ ആ കയറ് നീട്ടി അപ്പുറത്തേക്ക് ഇതേപോലെ കെട്ടുക. പക്ഷേ കയറിന് നല്ല ബലമുള്ള കയറായിരിക്കണം, അതുപോലെ നല്ല മുറുക്കി കെട്ടുകയും വേണം. കെട്ടിയതിന് ശേഷം നമുക്കിതേപോലെ പ്ലാന്റ്സ് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയാണ്. ഇതിൽ നമ്മൾക്ക് പ്ലാന്റ്സ് ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാം. അതിന് കമ്പിയോ ഒന്നും വേണമെന്നില്ല, ഒരു കയറായാൽ മാത്രം മതി. നല്ല ബലമുള്ള കയറുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് ഇതേപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും ഏത് ചെടിയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഗാർഡനിങ് ഐഡിയയാണിത്. ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. ഓക്കെ, ഇതേപോലെ ഞാൻ ഈ ചെടി ഹാങ് ചെയ്തിട്ടേക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഗാർഡൻ, നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു നമ്മുടെ പൊമഗ്രാനറ്റിൻ്റെ ചെടിയാണ്. അതിലാണ് ഞാൻ പൊമഗ്രാനറ്റിൻ്റെ ഈ ട്രീ അല്ലെങ്കിൽ പ്ലാന്റിന് നല്ല ബലമുള്ളതാണ്. അതിൻ്റെ കമ്പിനൊക്കെ ഒരുവിധം നല്ല ബലമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഹാങ് ചെയ്തിട്ടേക്കാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ ഞാൻ 10 മണി ചെടിയും അങ്ങനെ ഓരോ ചെടിയും ഇതേപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണത് കിടക്കുന്നത് കാണാൻ. ഇതിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെയാണ് വെച്ചേക്കുന്നത്, ഒരുപാട് വെയിറ്റ് കൊടുക്കാത്ത ചെടികൾ. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ നമുക്കിതേപോലെ ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.